നമ്മൾ ചില ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഇതുപോലെ പെൻഡിങ് എന്ന് കാണിക്കും. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ ഡാറ്റ നമ്മൾ ക്ലിയർ ചെയ്തു, നമ്മുടെ ഇൻ്റർനെറ്റ് കൂടുതലുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകും, നമ്മുടെ ഇൻ്റർനെറ്റ് ഒന്ന് മാറ്റി നോക്കും, വൈഫൈ എടുത്ത് നോക്കും, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഈ പെൻഡിങ് നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തുള്ള ഈ പെൻഡിങ് എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാനോ നമുക്ക് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. ഇതങ്ങ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫാകുകയും ചെയ്യും. വീണ്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പെൻഡിങ് എന്ന് കാണിക്കും. എത്ര ശ്രമിച്ചിട്ടും അത് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നും പ്ലേ സ്റ്റോറിൽ നിന്ന് അത്തരം ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ നമ്മുടെ ഈ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ജനറൽ എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നൊരു ഓപ്ഷൻ കാണും, നമ്മൾ അത് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് എന്നൊരു ഓപ്ഷൻ കാണും, നമ്മൾ അത് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ചില മൊബൈൽ ഫോണിൽ ഓവർ വൈഫൈ ഓൺലി എന്നായിരിക്കും കാണാൻ സാധിക്കുക. നമ്മൾ അതെടുത്ത് ഓവർ എനി നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. ശേഷം നമ്മൾ രണ്ടാമതായി ചെയ്യാനുള്ള കാര്യം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ അല്ലെങ്കിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ. ചില മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന് കാണും, നമ്മൾ അത് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തോ നമ്മുടെ സിസ്റ്റം ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് പ്ലേ സ്റ്റോർ എന്ന് കാണുന്ന ഭാഗം നമുക്ക് ക്ലിക്ക് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലേ സ്റ്റോർ എന്നുള്ള ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ ഫോൺ താഴെ ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ മുകളിലാണ് ക്ലിയർ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് കൊടുക്കുക. അതായത് ഇതിൻ്റെ ഡാറ്റ നമ്മൾ ക്ലിയർ ചെയ്യുക. ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും അതേ സ്ഥാനത്ത് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിന് മുകളിലായിട്ട് ഗൂഗിൾ പ്ലേ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്ലിയർ സ്റ്റോറേജ് അല്ലെങ്കിൽ ക്ലിയർ ഡാറ്റ നമ്മളിവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മൊബൈൽ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത ശേഷം നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ച ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കാണാൻ സാധിക്കും നേരത്തെ നമ്മൾ പെൻഡിങ് കണ്ട ആപ്ലിക്കേഷൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതെ പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ പെൻഡിങ് എന്ന് മാത്രമല്ല മറ്റ് ചില പോപ്പപ്പുകളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് അതും ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.